ഇത് അന്നേരം നമുക്കൊരു നാടൻ വിഭവം റെഡിയാക്കി എടുക്കാം. നമ്മുടെ സ്വന്തം ചക്കക്കുരു. ഇത് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ചക്കക്കുരുവാണ്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കൂടെ കളഞ്ഞ് ഇതിലേക്ക് സവാളയും അല്പം വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഒരു മെഴുക്ക് പുരട്ടി കൊണ്ട് റെഡിയാക്കി എടുക്കാം. അന്നേരം നമ്മൾ ചക്കക്കുരു എല്ലാം ചെറുതായിട്ട് കീറി പച്ചമുളക്, കറിവേപ്പില, സവാള എല്ലാം ഇതിനകത്തോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അല്പം വെള്ളം, ചക്കക്കുരു ഒന്ന് വാടി വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങാക്കൊത്തോട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. തേങ്ങാക്കൊത്ത് ഇല്ലാത്തത് കാരണം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് തീയൊക്കെ കൊണ്ട് കത്തിച്ച് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് ഉപ്പിൽ വറ്റിച്ചെടുക്കാം. അന്നേരം നമ്മൾ ചക്കക്കുരുവൊക്കെ ഒന്ന് ഉപ്പിൽ വറ്റി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ഇനി അല്പം മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒരു അല്പം കളറിന് വേണ്ടി അല്പം കാശ്മീരി മുളക് പൊടി. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചക്കക്കുരുവിലൊക്കെ ഒന്ന് കളറൊക്കെ പിടിച്ച് ഒരല്പം ഒരു കളറാണ്. പിന്നെ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇനി നമ്മുടെ ചക്കക്കുരു ഒന്ന് തുറന്നു നോക്കാം. അത് നമ്മുടെ ചക്കക്കുരുവൊക്കെ ഉപ്പിലൊക്കെ ഒന്ന് വറ്റി ഒരു ഹാഫ് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇത്ര വേവിച്ചാൽ മതി. ഇനി നമ്മൾ ഇത് തവയിലോട്ടിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കക്കുരു മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയാവും. ഇനി നമുക്ക് തവയും കൊണ്ട് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മുടെ ചക്കക്കുരു അതിലേക്ക് ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്ത് കൊണ്ടെടുക്കാം. അങ്ങനെ തവയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. അത് എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉപ്പിൽ വെട്ടി വെച്ചാൽ ചക്കക്കുരു കൊണ്ടിട്ട് കൊടുക്കാം. ഇളക്കി എണ്ണയെല്ലാം ഒന്ന് മിക്സ് ആവണം. എണ്ണയെല്ലാം ഒന്ന് മിക്സായി നല്ലപോലെ നേരത്തെ കൊണ്ട് കൊടുക്കാം. ഇനി ഇത് ഇടയ്ക്ക് ഇളക്കി കൊണ്ട് കൊടുത്ത് സാവധാനം ഫ്രൈ ചെയ്ത് കൊണ്ട് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കക്കുരു മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയാവും. നല്ല ഇളക്കി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്രൈ ആക്കി എടുത്താൽ മതി. എന്നാലേ കഴിക്കാൻ ടേസ്റ്റ് കാണുന്നത്. നല്ല കൂടുതൽ ഡീപ്പ് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയാവും. ഈ സാവകാശം കിടന്നുകൊണ്ട് നോക്കാം. നാട്ടിലൊക്കെ എല്ലാവരും ചക്കയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അതിനു മുമ്പേ നമുക്ക് ചക്കക്കുരു ഇവിടെ കിട്ടി. ഒന്നുകൂടെ ഇളക്കി കൊണ്ട് കൊടുത്ത് നിരത്തി കൊണ്ട് വെക്കാം. നല്ല ഇളക്കിയൊക്കെ ഇവിടെ കൊടുത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റ് പരുവനുണ്ട്. ഒരല്പം കൂടെ അങ്ങോട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ വിഭവമായ ചക്കക്കുരു മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയാണ്. 2 മിനിറ്റ് കൂടെ അങ്ങോട്ട് കിടക്കട്ടെ. നല്ല കിടിലൻ ടേസ്റ്റാണ്. അതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചക്കക്കുരു മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീയൊക്കെ ഇങ്ങോട്ട് ഓഫ് ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലൊക്കെ അങ്ങോട്ട് മാറ്റണം. നമ്മുടെ സ്വാദിഷ്ടമായ ചക്കക്കുരു മെഴുക്ക് പുരട്ടി.